നമസ്കാരം. ഫ്രൂട്ട് പ്ലസ് കോംഫർട്ടിൻ്റെ ഫ്രൂട്ട് പ്ലസ് എന്നുള്ളൊരു ഹോമിയോപ്പതിക് മെഡിസിനാണ്. അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. വീട്ടിൽ കുറേ മാവും കാര്യങ്ങൾ നട്ടേണ്ട ഒരു ഗുണമില്ല. വളപ്രയോഗമൊക്കെ നടത്തിയിട്ടും ഉപകാരം ഇല്ല, അതുകൊണ്ട് ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഫ്രൂട്ട് പ്ലസ് എൻ്റെ പരസ്യം കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിക്കുന്നു. പരീക്ഷിച്ച് വിജയമാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് വീഡിയോ ചെയ്യാം. ഇത് വലിയ മരങ്ങൾക്ക് 1 സ്പൂൺ 5 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ കലക്കിയിട്ട് ഇടുക. 3 മാസം നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് സീസൺ വളപ്രയോഗം നടത്തേണ്ട സീസണൊന്നും ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ 3 മാസം ഗ്യാപ്പിൽ നമ്മൾ ഇത് ചെയ്യണം. 5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കോംഫർട്ട് ചേർക്കാൻ പോവുകയാണ്. ഉണ്ടോ? എന്നാൽ അതിൽ വലിയ സ്പൂണാണെന്ന് അറിയില്ല. അപ്പോൾ അതിനകത്ത് തന്നെ സ്പൂണുണ്ട്. ഒരു സ്പൂൺ മൊത്തം കേട്ടോ. അടപ്പുണ്ടാവും അതിൻ്റെ. മറ്റേ അടപ്പിട്ടിട്ടൊന്ന് കുലുക്കി നോക്കാം അല്ലേ? ഒരെണ്ണം മതി, ഒറ്റ മതി. ഇട്ട് അടച്ചിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്യണം നമ്മൾ. കലർന്നാ ശരി? അരിഞ്ഞു പോയെന്നോ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് തളിക്കാം. കുറച്ച് മാവ് പുളിയൊക്കെ ഉണ്ട്, അപ്പോൾ അതിലിടാൻ വേണ്ടിയാണ് നമ്മൾ മേടിച്ചത്. പരീക്ഷിച്ച് നോക്കാം. ഇത് പുളിയാണ്, പുളിക്ക് ഒഴിക്കുകയാണ്. മറ്റേ റംബൂട്ടാനും കൂടി എല്ലാവർക്കും കിട്ടൂലോ. അത് കട്ടെ 3 മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കോംഫർട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ഒരു 45 വർഷം ആയിട്ട് പൂക്കാത്തൊരു മാവുണ്ടായിരുന്നു. അതിൽ വർക്കാവുകയാണെങ്കിൽ ഞാനത് വിശ്വസിക്കാം എന്നുള്ള രീതിയിൽ ഞാനൊരു പാക്കറ്റ് ഒരു ബോട്ടിൽ മേടിച്ച ആദ്യം ഓഗസ്റ്റ് 14 തീയതിയോടെ ഒഴിച്ചു. പിന്നെ ഡിസംബർ 14 തീയതി ആകുമ്പോൾ രണ്ടാമത്തെ ബോട്ടിൽ മേടിച്ച് ഒഴിച്ചു. അത് വർക്കായി എന്നുള്ളൊരു വാർത്ത പറയാനാണ്. ഒരു പ്രൊമോഷൻ്റെ ഭാഗമല്ല, നമ്മൾ യൂസ് ചെയ്ത് നമുക്കൊരു പ്രൊഡക്റ്റ് വർക്കായി എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. അത് ശരിക്കും പൂത്തു. ശരിക്കും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു താഴെ ഒരു കൊമ്പിൽ മൊത്തം പൂത്തിട്ടുണ്ട് മാവ്. അത് പിടിച്ച് കിട്ടുമോയെന്നറിയില്ല, എന്നാലും വർക്കായല്ലോ. അപ്പോൾ ഇത് ഈ കോംഫർട്ട് നമ്മൾ ഹോമിയോ മെഡിസിൻ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ശരിയാവുമോ, പൂക്കുമോ എന്നുള്ളതൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് വർക്കായി. പിന്നെ വേറൊരു മാവിൽ എല്ലായിടത്തും ഒഴിച്ചു 2-3 മാവുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും പൂത്തിട്ടില്ല. ഈ മാവ് എന്തായാലും പൂത്തു. അപ്പോൾ ഇതൊരു 45 വർഷമായിട്ട് ഇതുവരെ പൂക്കാത്തൊരു മാവാണ്. അത് പൂത്തു.